അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടെ പോവുക. എപ്പോൾ അന്ന് തലയിൽ വീഴുന്നറിയില്ല. ഇനിയിപ്പോൾ ഇതേപോലെ നല്ല കാറ്റും മഴയാണെങ്കിൽ എന്നും സംഭവിക്കാതെയാണ്. നിലംപതിക്കാറായ ബഹുനില കെട്ടിടം അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങൾ. കണ്ണൂർ മാർക്കറ്റ് റോഡിലെ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ചുമരുകൾക്ക് വിള്ളൽ വീണു. മുകൾ ഭാഗം ചെരിഞ്ഞു. കാലവർഷം കനത്തതോടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ്. ആ മൂലക്കാണ് നമ്മളെ കണ്ടിട്ടുണ്ട്. ഒവ്വൊരു സമയം വീണിട്ട് അവിടെ ഒരു ആൾ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവിടെ നിൽക്കെല്ലാം പറയുമ്പോൾ അയാൾ വന്ന ശേഷം വീണതാണ്. കുറച്ച് ഇത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ്. കാലപ്പഴക്കം ചെന്നതോടെ വാടകക്കാർ മുറികൾ ഉപേക്ഷിച്ചു. കെട്ടിടത്തിന്റെ മുകൾ നില നശിച്ചു. ഇതുവഴിയുള്ള യാത്രക്കാരും സമീപത്തെ വ്യാപാരികളുമാണ് അപകടം നേരിടുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇപ്പം ഞാൻ കാണുന്ന അവസ്ഥയിൽ ഇത് തന്നെയാണുള്ളത്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇതിൻ്റെ വളരെ ദയനീയ അവസ്ഥയാണ് ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ. ഇത് ഒരു 2 വർഷം മുന്നേ ഇത് പൊളിഞ്ഞ് വീണതാണ് ഒരു സൈഡ്. അതിനുശേഷം അതിൻ്റെ ഓണേഴ്സ് വന്ന് അവർ റിപ്പയർ ചെയ്തിട്ട് പോയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കേസിലാണെന്നാണ് പറഞ്ഞത്. ചേനോളി കുടുംബത്തിൻ്റെയാണ്. അത് അവർ കേസിലായതുകൊണ്ടാണ് കൂടുതൽ ഇടപെടാൻ പറ്റില്ല. പിന്നെ നഗരസഭയിലെ അധികാരികൾ വന്നിട്ട് ഇത് പൊളിക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വിശ്രമിക്കുന്നവരുണ്ട്, കിടന്നുറങ്ങുന്നവരുണ്ട്. ഇത് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഒരു നടപടി എടുത്തതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. ഒന്നിക്ക് ഒരു പക്ഷേ കൃത്യമായിട്ട് അത് നടപടി എടുക്കാനുള്ള ഒരു ക്രമത്തിൻ്റെ മുകളിൽ തന്നെ മുന്നോട്ട് പോകണം. ഇത് പകലാമറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെയധികം വിലപ്പെട്ട സംഭവങ്ങളായിരിക്കും, ജീവനുകളായിരിക്കും നഷ്ടപ്പെടുക. ഇപ്പം നമുക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മളിവിടെ ഇവിടെ ബിസിനസ്സിന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കെന്ത് സംഭവിക്കും എന്നുള്ളതിലൊന്നും യാതൊരു വ്യവസ്ഥയുമില്ല. ഒരിക്കൽ എൻ്റെ ഷോപ്പിൻ്റെ വില വീണതാണ്. കുറേ പണിയെല്ലാം അവർ എടുത്ത് വൃത്തിയാക്കിയതാണ്. ഫ്രണ്ടെല്ലാം കുറേ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടെ പോവുക. എപ്പോൾ അന്ന് തലയിൽ വീഴുന്നറിയില്ല. അപ്പോൾ കുട്ടികളെല്ലാം പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ പാർക്കിംഗ് എല്ലാം ഉണ്ടാവും കാറെല്ലാം. അപ്പോൾ എപ്പോൾ ഇതെല്ലാം മുമ്പെന്ന് വീഴുന്നെന്ന് അറിയില്ല. ഒരു പേടിയുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി ഇത് മഴ പെയ്തിട്ട് ഒരു സൈഡ് വീണിട്ട് വരല ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏത് സമയത്താണ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് വഴി പോകുന്ന അവിടെ വാഹനങ്ങൾ വെക്കുന്ന അപ്പുറപ്പുറം നമ്മൾ ആ എഞ്ചിനിട്ട് ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഏത് സമയത്ത് മഴയത്ത് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതേപോലെ നല്ല കാറ്റും മഴയാണെങ്കിൽ എന്നും സംഭവിക്കാതെയാണ്. കെട്ടിടത്തിന്റെ പിറകുവശം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തകർന്നു വീണ് സമീപത്തെ സ്ഥാപനത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു. പ്രൈം 21 കണ്ണൂർ.